ഹരിയാനയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്ര പോലെ 48 ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനത്ത് കിട്ടിയ ചരിത്ര വിജയം ദേശീയ തലത്തിൽ ബിജെപിക്ക് കൂടുതൽ കരുത്താവുകയാണ്. ഏക സിവിൽ കോഡും വഖഫ് ബില്ലും തുടങ്ങി ബിജെപിയുടെ എല്ലാ രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഇനി വേഗത കൂടുമെന്ന് ഉറപ്പ്. ദില്ലിയിലും ബീഹാറിലും മാസങ്ങൾക്കകം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. കൂടുതൽ ആത്മവിശ്വാസത്തോടെ മഹാരാഷ്ട്രയിലെ വിജയം അവരെ കൊണ്ടുപോവുകയാണ്. അതേസമയം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയുമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. വിശകലനങ്ങളുമായി പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നു. പി ആർ സുനിൽ, കേരളമടക്കം മറ്റിടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും യു പിയിലടക്കം നേട്ടം കൊയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം മഹാരാഷ്ട്രയിലെ ഗംഭീര വിജയം, ജാർഖണ്ഡിൽ കൂടി വിജയം നേടുകയായിരുന്നെങ്കിൽ അത് പറയുന്നതിലും അധികം ഒരു ആത്മവിശ്വാസത്തിലേക്ക് കൊണ്ടുപോയേനെ. പക്ഷേ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു പിടിവള്ളി കിട്ടിയിരിക്കുന്നു. പക്ഷേ മഹാരാഷ്ട്രയിൽ 54-ലേക്ക് ഒതുങ്ങേണ്ടി വന്നത് അവർക്ക് ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ഒരു തിരിച്ചടിയായി മാറുകയല്ലേ? 6 മാസങ്ങൾക്ക് മുൻപ് നേട്ടം ഉണ്ടാക്കിയിടങ്ങളിലാണ് ഈ തിരിച്ചടി എന്നത് കൂടി നോക്കുമ്പോൾ. തീർച്ചയായും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയ പ്രഹരമാണ്, വലിയ തിരിച്ചടിയാണ് ദേശീയ തലത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാരാഷ്ട്ര ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം തന്നെയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായത്. ദേശീയ തലത്തിൽ ബിജെപിയുടെ ജൈത്രയാത്രയെ പിടിച്ചുകെട്ടുന്ന തരത്തിൽ, പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ളൊരു ഭീഷണി തന്നെ മഹാരാഷ്ട്ര ഉയർത്തിയിരുന്നു. പക്ഷേ 6 മാസങ്ങൾക്കിപ്പുറം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആ സാഹചര്യങ്ങളൊക്കെ മാറ്റിയെഴുതാൻ ബിജെപിക്ക് സാധിച്ചിരിക്കുന്നു. ഏതായാലും അന്നുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ശക്തമായി കരുതലോടെ നീങ്ങാൻ ബിജെപിക്ക് സാധിച്ചു. അതിന്റെ വലിയൊരു വിജയം തന്നെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നു. തീർച്ചയായും ദേശീയ തലത്തിൽ ബിജെപിക്ക് ഇത് കരുത്തു കൂട്ടുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2014 ഇന്ത്യൻ രാഷ്ട്രീയം തിരുത്തി എഴുതിക്കൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. 2019 ആ ഭരണ തുടർച്ച ആവർത്തിച്ചപ്പോൾ കശ്മീരിലെ 370 അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ടുള്ള വലിയ തീരുമാനത്തിലേക്ക് ബിജെപിക്ക് പോകാൻ കഴിഞ്ഞു. അന്ന് 300-ലധികം സീറ്റിന്റെ ആ ആത്മവിശ്വാസം ബിജെപി അത്തരം തീരുമാനങ്ങളിലേക്ക് നയിച്ചു. 2024 തെരഞ്ഞെടുപ്പ് വിജയം പക്ഷേ ബിജെപിക്ക് അത്ര സന്തോഷം നൽകുന്നതായിരുന്നില്ല. കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ബിജെപിക്ക് സാധിച്ചില്ല. സർക്കാർ രൂപീകരിക്കാൻ JDU ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ സഹകരണം ഉറപ്പാക്കേണ്ടി വന്നു. അതേസമയം പിന്നീട് വന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കോൺഗ്രസിനുണ്ടാകും എന്നാണ് അന്ന് പ്രവചിക്കപ്പെട്ടതെങ്കിലും അപ്രതീക്ഷിതമായി വലിയ വിജയം ബിജെപിക്ക് അനുകൂലമായി വന്നു. അത് ബിജെപിക്ക് ഒരു ബൂസ്റ്റർ ഡോസായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര പോലെ വലിയൊരു സംസ്ഥാനം ബിജെപിക്ക് ഇപ്പോൾ ഇത്രയും അനുകൂലമായൊരു വിധി എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ദേശീയ തലത്തിൽ സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇനിയുള്ള പല രാഷ്ട്രീയ നീക്കങ്ങൾക്കും ബിജെപിക്ക് കരുത്തു പകരുന്നതായിരിക്കും ഈ ജനവിധി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കൃത്യമായി വിലയിരുത്തിയതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നടന്നത്. ഇനി ബീഹാർ വിധി എഴുതാൻ പോകുമ്പോൾ അവിടെയെങ്കിലും ഒരു തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നതായിരിക്കും അവർ ഉറ്റുനോക്കുന്നത്. ജാർഖണ്ഡിൽ 24-നെതിരെ 56 സീറ്റുകളുടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അത് മാത്രമാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ഏക കച്ചിത്തുരുമ്പ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം.